ഹായ്, എൻ്റെ റോസ് വാട്ടർ തീർന്നുപോയി. സാധാരണ നമ്മൾ കടയിൽ പോയിട്ടല്ലേ റോസ് വാട്ടർ വാങ്ങുക. പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കുന്നതൊന്ന് കാണാം. ഇപ്പോൾ റോസ് വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് റോസാപ്പൂക്കൾ വേണമല്ലേ. അപ്പോൾ കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ട്, നമുക്ക് അത് പറിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ റോസാപ്പൂക്കൾ ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. മഴ കാരണം എല്ലാം തൂങ്ങിക്കിടപ്പാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ മഴ കാരണം എല്ലാം ഇതളുകൾ അടർന്ന് വീഴുകയാണ്. അപ്പോൾ എല്ലാ ഇതളുകൾ അടർന്ന് വീണ് നഷ്ടപ്പെടുന്നതിലും നല്ലത് നമുക്ക് ഒരു റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൂവ് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പൂവുകൾ ഓരോന്നായി കട്ട് ചെയ്യുകയാണ്. ഇത് പക്ഷെ എന്തായാലും ഉതിർന്നു പോകില്ലേ. അത് നോക്കട്ടെ. ഇതളുകളിലൊക്കെ വെള്ളമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഞാൻ ഓരോന്നായി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഇതളുകൾ അടർന്നു പോകുന്നതിനാലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമുക്ക് ഒരുപാട് റോസാപ്പൂക്കൾ കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പ്യുവർ റോസ് വാട്ടർ ഉണ്ടാക്കാം. അത് നമുക്ക് നോക്കാം. ഈ റോസാപ്പൂക്കൾ കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന റോസ് വാട്ടർ നല്ലൊരു സ്കിൻ ടോണറാണ്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർ ശരിക്കൊരു റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് തന്നെ നല്ലതാണ്. റോസ് വാട്ടർ ഉണ്ടാക്കാൻ നമുക്ക് തിളച്ച വെള്ളം വേണം. അപ്പോൾ ഞാൻ ഈ വെള്ളം എടുത്തു തിളപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, നമ്മുടെ കയ്യിലുള്ള റോസാപ്പൂക്കൾക്ക് അനുസരിച്ചുള്ള വെള്ളമാണ് വേണ്ടത്. നമുക്ക് കണ്ട ഒരുപാട് റോസാപ്പൂക്കൾ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഇനി നമുക്ക് ഇത് അപ്പോൾ നമ്മൾ ഓരോ റോസാപ്പൂക്കളും എടുക്കുക. അതിൻ്റെ ഇതളുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ പൂമ്പൊടി നമ്മൾ എടുക്കാൻ പാടില്ല. ഇതുപോലെ ഇതളുകൾ മാത്രം എടുക്കുക. എല്ലാ വീട്ടുകാരും ഇതുപോലെയുള്ള റോസാപ്പൂക്കൾ വീട്ടിലുണ്ടാവും. പക്ഷെ ആരും ഇതുപോലെയുള്ള ഒരു ശ്രമം നടത്തില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ, നമുക്ക് ഒറിജിനൽ റോസ് വാട്ടർ കിട്ടും. യാതൊരു മാലിന്യവും ഇല്ലാതെ റോസ് വാട്ടർ കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോസാപ്പൂക്കൾ അടർത്തിയെടുത്തതിന് ശേഷം വേണം അടുത്ത പരിപാടി. ഇപ്പൊ നമ്മുടെ റോസാപ്പൂക്കൾ മുഴുവനായിട്ട് അടർത്തിയെടുത്തിരിക്കുകയാണ്. ഇതാ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, ചൂടുവെള്ളം. കൂടുതൽ വേണ്ട. നമ്മുടെ ചൂടുവെള്ളം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇതായി നമ്മൾ അടർത്തിയിട്ട റോസാപ്പൂക്കൾ ഇടണം. കാരണം നല്ല പതക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റോസാപ്പൂക്കൾ ഇങ്ങനെ ഇടുക. ഇതാ റോസാപ്പൂക്കൾ ഇട്ടതിന് ശേഷം ഇതാ നല്ല പതക്കുന്ന ചൂടുവെള്ളം ഒഴിക്കുക. ഈ റോസാപ്പൂക്കളുടെ അളവിനനുസരിച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ വെള്ളം കളറ് മാറുന്നു കണ്ടോ, റോസാപ്പൂക്കളുടെ കളർ മാറി വരുന്നത് കണ്ടോ. ഇതാ ആ പൂക്കളുടെ റോസ് കളറൊക്കെ ഇതാ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ചേരുകയാണ്. അപ്പോൾ നമുക്കിത് ഇതാ ഉടൻ തന്നെ മൂടി വെക്കണം. ചൂടോടുകൂടി മൂടി വെക്കുക. ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് തണുത്തതിന് ശേഷം മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ റോസ് വാട്ടർ റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, എല്ലാം നല്ല വൈറ്റ് കളറായി. അതിൻ്റെ ഇതളൊക്കെ കംപ്ലീറ്റ് വൈറ്റ് കളറായിരിക്കുന്നു. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഈ രീതിയിൽ നമ്മൾ റോസ് വാട്ടർ അരിച്ചെടുത്തിരിക്കുന്നു.
നല്ല ഭംഗിയുള്ള റോസ് കളറാണ് ആ വാട്ടറിൽ നിന്ന് നമുക്ക് കാണാം. നമ്മുടെ റോസ് വാട്ടറിന്റെ പിങ്ക് കളർ കണ്ടോ? അതാ ആ റോസാപ്പൂവിന്റെ ഷെയ്ഡ് മൊത്തം, അതായത് കളർ മൊത്തം നമുക്ക് ആ റോസ് വാട്ടറിൽ കിട്ടിയിട്ടുണ്ട്. ആ പിങ്ക് ഷെയ്ഡ് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ റോസ് വാട്ടറിന്റെ പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത്രയും കളർ കിട്ടും, കാരണം നമ്മൾ ഒരുപാട് റോസാപ്പൂക്കൾ എടുത്തതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയത്. ഈ ബൗളിലേക്ക് ഒഴിച്ച റോസ് വാട്ടറിന്റെ നല്ല റോസ് കളർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. സാധാരണ ഏറ്റവും നല്ലത് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റോസ് വാട്ടർ കണ്ടോ, നല്ല പിങ്ക് ഷെയ്ഡായിരിക്കും. ഇത് നിങ്ങൾ ഏറ്റവും നല്ലത് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഇത് തണുത്തത് കൊണ്ടാണ് പ്ലാസ്റ്റിക്കിലാക്കിയത്, പക്ഷെ കുപ്പിയിലാണ് ഏറ്റവും നല്ലത്. നമ്മുടെ റോസാപ്പൂ കൊണ്ടുണ്ടാക്കിയ ഈ റോസാപ്പൂ വാട്ടർ, അതായത് റോസ് വാട്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.